ദൈവ മക്കളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ, the grace of God that is in operation in a believer's life. അതിനെക്കുറിച്ചാണ് ചില വാക്കുകളെന്ന് നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവ മക്കളിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. കൃപ എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള വാക്കാണ്. അനേകവട്ടം നമ്മൾ അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുക. എന്നാലും കൃപ എന്താണ് എന്നുള്ള ശരിയായ ധാരണ ഇല്ലാത്ത വിശ്വാസികളും കാണും. കൃപയ്ക്ക് പുതിയ നിയമത്തിൽ രണ്ട് പ്രധാന അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, അനർഹമായ ആനുകൂല്യം, അൺമെറിറ്റഡ് ഫേവർ ദാറ്റ് ഗോഡ് ഷോസ് ടു സിന്നേഴ്സ്. പാപികളോട് ദൈവം കാണിക്കുന്ന അർഹിക്കാത്ത ആനുകൂല്യം. കൃപയുടെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുവാൻ ദൈവം തരുന്ന സഹായം, the enabling power of God, the help that God gives us to do what we cannot do in our own power. നമ്മുടെ സ്വന്തം ശക്തിയിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യാൻ കർത്താവ് നമുക്ക് തരുന്ന പ്രാപ്തി, അതാണ് കൃപയെന്ന് പറയുന്നത്. അപ്പോൾ ഈ അർത്ഥം മനസ്സിലുണ്ടെങ്കിൽ രക്ഷയോടുള്ള ബന്ധത്തിലാണ് ആദ്യത്തെ കാര്യം. അനുദിന ജീവിതത്തിൽ നമ്മുടെ കൃപ വേണം, കർത്താവെ കൃപ കൊടുക്കണം, കൃപ നൽകണം, പ്രസംഗിക്കാൻ കൃപ നൽകണം, യാത്രയ്ക്ക് കൃപ നൽകണം എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? പ്രത്യേകിച്ചൊന്നും അർത്ഥമാക്കുന്നില്ല, അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അങ്ങനെ വരാൻ പാടില്ല, അർത്ഥമാക്കി വേണം പറയാൻ. അപ്പോൾ കൃപയെന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായി നമ്മുടെ കഴിവിൽ ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം തരുന്ന പ്രത്യേകമായ പ്രാപ്തിയാണ്. The help that God gives us to do what we cannot do in our own natural strength. നമ്മുടെ സ്വന്തം ശക്തിയിൽ ചെയ്യാൻ കഴിയാത്ത കാര്യം ചെയ്യാൻ ദൈവം നമുക്ക് തരുന്ന പ്രാപ്തി, ദൈവം തരുന്ന കഴിവ്, അതിനെയാണ് കൃപ എന്നുള്ളത് കൊണ്ട് പുതിയ നിയമത്തിൽ രണ്ടാമത്തെ നിലയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആകട്ടെ, ഈ രണ്ട് കാര്യങ്ങളോട് ബന്ധത്തിലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവകൃപ വ്യാപരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ചില കാര്യങ്ങളെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 11, അതിൽ 23-ാമത്തെ വാക്യം വായിക്കാം. വേഴ്സ് 23, ആക്ട്സ് 11:23. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. അവൻ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. അപ്പൊ ദൈവകൃപ കാണാൻ പറ്റുമോ? ഈസ് ദ ഗ്രേസ് വിസിബിൾ? അങ്ങനെ ഒരു കൃപയുണ്ടോ? കൃപയെന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോൾ പറഞ്ഞു. എന്നാൽ ഇത് കാണാൻ പറ്റുന്നതാണോ? ഈ വാക്യം പറയുന്നത് ദൈവകൃപ കാണാൻ പറ്റുന്നതാണെന്നാണ്. എന്താ ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം? അതിൻ്റെ മുകളിൽ നിങ്ങൾ വായിച്ചാൽ സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവ ഹേതുവാൽ 19-ാം വാക്യം, വിശ്വാസികൾ അനേക സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. അതിന് 20-ാം വാക്യം അവർ പല സ്ഥലങ്ങളിൽ പോയ കാര്യം പറയുന്നു. ചിലര് അന്ത്യോക്യയിലെത്തി യവനന്മാരോട്, ഗ്രീക്സിനോട് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പോൾ ഈ ചിതറിപ്പോയവര് ഗ്രീക്സിനോട്, യവനന്മാരോട് സുവിശേഷം അറിയിച്ചു. കർത്താവിന്റെ കൈ അവരോടുകൂടി ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഈ വാർത്ത യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ ഈ വിവരം അറിയാനും അന്വേഷിക്കാനും അവരെ സഹായിക്കാനുമായി അന്ത്യോക്യയോളം അയച്ചു. അങ്ങനെ അവൻ അന്ത്യോക്യയിൽ ചെന്നപ്പോൾ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവകൃപ അവൻ കണ്ടു. ഈ കോണ്ടെക്സ്റ്റിലെ അതിൻ്റെ അർത്ഥം യവനന്മാരായ ഗ്രേക്കരായ ആളുകളുടെ ജീവിതത്തിൽ സുവിശേഷം വരുത്തിയ മാറ്റം, the transformation that God brought about in the lives of these Greek people, അത് ബർന്നബാസ് കണ്ടു. അതാണ് കൃപ കണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടുത്തെ കൃപ, the grace here is tangible. ഇവിടുത്തെ കൃപ തൊട്ടു നോക്കാൻ പറ്റുന്ന, സ്പർശിക്കാൻ ഒക്കുന്നതാ. ഇറ്റ് ഈസ് വിസിബിൾ, അത് കാണാൻ പറ്റുന്നതാ. ഇറ്റ് ഈസ് ഒബ്സർവബിൾ, അത് നിരീക്ഷിക്കാൻ പറ്റുന്നതാ. ഇറ്റ് ഈസ് ട്രാൻസ്ഫോമിങ്, അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ കൃപ ഏതാ? സുവിശേഷം കേട്ട് ഗ്രേക്കരായ ആളുകൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് വിശ്വാസികളായി നിൽക്കുന്നത് ബർന്നബാസ് കണ്ടു എന്നായി പറയുന്നത്. അതിനിവിടെ പറഞ്ഞിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട അവരെ കണ്ടെന്നല്ല, ദൈവകൃപ കണ്ടു എന്ന് പറഞ്ഞാൽ ദൈവകൃപ യവനന്മാരായ ഈ ആളുകളുടെ മധ്യത്തിൽ പ്രവർത്തിച്ച് അവരിൽ ഉളവാക്കിയ രൂപാന്തരം, മാറ്റം
അവരെ വിശ്വാസികളാക്കി തീർത്ത് വ്യത്യസ്തരായി തീർത്ത കാര്യം ബർന്നബാസ് പറഞ്ഞു കേട്ടേ ഉള്ളൂ നേരത്തെ. ഇപ്പൊ നേരിൽ ചെന്ന് കണ്ടു, അതാണ് കൃപ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൃപ കാണാൻ പറ്റുന്നതാണ്, ഈ കൃപ തൊട്ടു നോക്കാൻ പറ്റുന്നതാണ്, ഈ കൃപ നിരീക്ഷിക്കാൻ പറ്റുന്നതാണ്, ഈ കൃപ പ്രത്യക്ഷമായതാണ്. ഇതാണ് ഒന്നാമത്തെ കൃപ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഒന്നാമത്തെ കൃപ എന്ന് പറയുന്നത് അവന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ അവനിൽ ഉണ്ടാകുന്ന വലിയ രൂപാന്തരം. The great transformation that is wrought in the life of a person when he accepts the Lord. അവൻ കർത്താവിനെ അംഗീകരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ രൂപാന്തരം, അതാണ് കൃപയുടെ ഒന്നാമത്തെ പ്രവർത്തനം. അപ്പൊ ഈ കൃപയെ നമുക്ക് എന്ത് വിളിക്കാം? ട്രാൻസ്ഫോമിംഗ് ഗ്രേസ് എന്ന് വേണം വിളിക്കാം. രൂപാന്തരപ്പെടുത്തുന്ന കൃപ. ടാഞ്ചിബിൾ ഗ്രേസ് എന്ന് വിളിക്കാം, സ്പർശിക്കാൻ കഴിയുന്ന കൃപ. വിസിബിൾ ഗ്രേസ്, പ്രത്യക്ഷ കൃപ എന്ന് വിളിക്കാം. ഒബ്സർവബിൾ ഗ്രേസ്, നിരീക്ഷിക്കാൻ കഴിയുന്ന കൃപ. ഈ എല്ലാ വാക്കും യോജിക്കും. അപ്പോൾ ഇവിടുത്തെ കൃപ കാണാൻ പറ്റുന്നതും അനുഭവത്തിൽ ആളുകൾ അനുഭവിക്കുന്നത് നമുക്ക് നേരിൽ നിരീക്ഷിക്കാൻ പറ്റുന്നതും ആയ പ്രത്യക്ഷമായ കൃപയാണ്. കൃപയുണ്ടെന്ന് ചുമ്മാ പറയുകയല്ല, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചുമ്മാ പറയുകയല്ല. അവരെ കണ്ട് അവരുടെ ജീവിതം കാണുമ്പോൾ ഇത് കൃപ അവരിൽ പ്രവർത്തിച്ചതാണ് എന്ന് ബർന്നബാസിനോ മറ്റുള്ളവർക്കോ മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും കൃപയുടെ ഒന്നാമത്തെ പ്രവർത്തനം ഇതാണ്, രക്ഷിക്കുക എന്നുള്ളതാണ്. എഫേസ്യരിലെ 2-ാം അധ്യായത്തിലെ പ്രസിദ്ധമായ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കൃപയാൽ വിശ്വാസം മൂലം ആണ് ആളുകൾ രക്ഷിക്കപ്പെടുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട എല്ലാവരും അങ്ങനെ രക്ഷിക്കപ്പെടുന്നത്, എല്ലായിടത്തും രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണ്. പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി ദൈവശിക്ഷയ്ക്ക് അർഹരായിരുന്ന ആളുകളോട് യേശുക്രിസ്തു മൂലം ദൈവം അർഹതയില്ലാത്ത ആനുകൂല്യം കാണിച്ച് അവരെ രക്ഷിച്ച് അവരെ ദൈവമക്കളാക്കി തീർക്കുന്ന ആ വലിയ കാര്യത്തെയാണ് രക്ഷിക്കുന്ന കൃപ, സേവിങ് ഗ്രേസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യക്ഷമായി കാണേണ്ടതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് ഞാൻ പറയുന്നു, എന്താ തെളിവ്? അത് ഹൃദയത്തിൽ നടന്നൊരു കാര്യമാണ്. ബന്ധപ്പെടുന്നവർക്ക്, എന്നോട് സംസാരിക്കുന്നവർക്ക്, എൻ്റെ വീട്ടുകാർക്ക്, എന്നോട് ഇടപെടുന്നവർക്ക്, അല്ലെ എൻ്റെ കൂടെയുള്ള വിശ്വാസികൾക്ക് അത് തൊട്ടു നോക്കാൻ പറ്റുമോ? അത് കാണാൻ പറ്റുമോ? അതിന് തെളിവുണ്ടോ? അതോ ചുമ്മാ വിശ്വസിക്കുകയാണ് രക്ഷിക്കപ്പെട്ടു എന്നുള്ളത്? ചുമ്മാ വിശ്വസിച്ച പോരാ, ബന്ധപ്പെടുന്ന എല്ലാവരും അത് മനസ്സിലാക്കണം. എങ്ങനെയാ മനസ്സിലാകുന്നത്? മനോഭാവത്തിലുള്ള വ്യത്യാസം, ആറ്റിറ്റ്യൂഡ്സിലുള്ള വ്യത്യാസം, സ്വഭാവത്തിലുള്ള വ്യത്യാസം, പ്രതികരണങ്ങളിൽ ചേഞ്ച് ഇൻ റെസ്പോൺസ്, ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നതിനുള്ള വിശ്വാസം. നമുക്കറിയാം, വളരെ മദ്യപാന്മാരായിട്ടും കൊള്ളാത്തവരായിട്ടൊക്കെ നടന്ന ആളുകൾ രക്ഷിക്കപ്പെടുമ്പോൾ മദ്യപാനമൊക്കെ നിർത്തി, അങ്ങനെയുള്ള വഴികൾ കള്ളുകുടിയും വീട്ടുവലിയൊക്കെ നിർത്തി, വലിയ വ്യത്യാസം വന്നു. ആ ക്രമം നമുക്ക് കാണാം, അല്ലേ? എന്നാൽ നമ്മിൽ പലരും ആ കാറ്റഗറിപ്പെട്ടവരല്ല. നല്ല വീടുകൾ ജനിച്ച് വളർത്തപ്പെട്ട് ഇങ്ങനെയുള്ള വഴികളിൽ നിന്നും പോയവരായിരിക്കുകയല്ല നമ്മൾ പലരും, ചുരുക്കം വല്ലവരും കാണും. അങ്ങനെയുള്ളവരിലും ഈ കൃപ കാണണം എന്ന് പറഞ്ഞാൽ, നല്ല വീട്ടിൽ ജനിച്ച് സൺഡേ സ്കൂൾ പഠിച്ച് നല്ല കുഞ്ഞായി വളർന്ന് സഭയിൽ ചെറുപ്പം മുതലേ വന്ന് അങ്ങനെയുള്ളവരും രക്ഷിക്കപ്പെട്ടു. അപ്പൊ അവന്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും കാണാൻ കഴിയുമോ? അവൻ കള്ളുകൂടി നിർത്തിയില്ല, കാരണം കള്ളു കുടിച്ചിട്ടില്ല. അവൻ സിഗരറ്റ് വലി നിർത്തിയില്ല, അവൻ സിഗരറ്റ് വലിച്ചിട്ടില്ല. അവൻ മോശമായ വഴികൾ നടക്കുന്നത് നിർത്തിയില്ല, കാരണം അവനങ്ങനെ നടന്നിട്ടില്ല. അവനിൽ ഈ കൃപ കാണാൻ പറ്റുമോ? അവനിലും കാണാൻ പറ്റും. അതെങ്ങനെ കാണാൻ പറ്റുന്നത്? സ്വഭാവത്തിലുള്ള മാറ്റം, മനോഭാവത്തിലുള്ള മാറ്റം, പെരുമാറ്റത്തിലുള്ള മാറ്റം, ഇഷ്ടാനിഷ്ടങ്ങളിലുള്ള മാറ്റം. അപ്പോൾ ഒരുവനിൽ ദൈവകൃപ വ്യാപരിച്ചു എന്നുള്ളതിന്റെ ഒരു തെളിവ് ദൈവീക കാര്യങ്ങളോട് അവനുണ്ടാകുന്ന മമത, ഹിസ് അഫിനിറ്റി ടു ദ തിങ്സ് ഓഫ് ഗോഡ്, വിശുദ്ധിയോട് അവനുണ്ടാകുന്ന താല്പര്യം, ഹിസ് ലവ് ഫോർ ഹോളിനെസ്, ദൈവമക്കളോട് അവനുള്ള സന്തോഷം, ദൈവമക്കളുടെ കൂട്ടായ്മയിൽ പോകാനും യോഗത്തിന് പോകാനും ദൈവമക്കളുടെ കൂടെ ഒക്കെ സമയം ചെലവഴിക്കാനുമുള്ള സന്തോഷം, ദൈവവചനം പഠിക്കാനുള്ള ആപ്പിറ്റൈറ്റ്, ദൈവവചനം പഠിക്കാനുള്ള വിശപ്പ്, ദാഹം. അപ്പോ മദ്യപാനം നിർത്തിയെന്നൊന്നും പറയാൻ പലരെ കൊണ്ടും ഒക്കെയല്ല, കാരണം നമ്മൾ അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ പോയവർക്ക് അത് നല്ല കാര്യം. എന്നാൽ അങ്ങനെ പോകാതെ നല്ല പിള്ളകളായി നടന്നവരുടെയും ജീവിതത്തിൽ ദൈവകൃപ വ്യാപരിച്ചാൽ അത് ഒബ്സർവബിൾ ആയിരിക്കണം, അത് കാണാൻ പറ്റണം, മറ്റുള്ളവരത് മനസ്സിലാക്കാൻ പറ്റണം. എങ്ങനെ മനസ്സിലാക്കും? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ദൈവവചനത്തോട് താല്പര്യമുണ്ടോ? ആപ്പിറ്റൈറ്റ് ഉണ്ടോ? ഒരു കുഞ്ഞ് ജീവൻ ഉണ്ടെന്നുള്ളതിന് ഒരു ലക്ഷണം പാല് കുടിക്കാൻ ഇതിന് ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ്, അല്ലെ?
ഒന്നും കഴിക്കാനും കുടിക്കാനും ഒരു കൊച്ചിന് ആഗ്രഹമില്ലെങ്കിൽ ഏതാണ്ട് ഗൗരവതരമായ കുഴപ്പം ആ കൊച്ചിനുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വിശ്വാസികളെ സംബന്ധിച്ചും ശരിയാണ്. ദൈവവചനം പഠിക്കാനോ വായിക്കാനോ ധ്യാനിക്കാനോ ഒരു താല്പര്യവുമില്ലാത്ത ഒരാള് രക്ഷിക്കപ്പെട്ടതാണ്, ആത്മീയ ജീവൻ അവനിൽ ഉണ്ട് എന്ന് എങ്ങനെ പറയും? ദൈവമക്കളുടെ യോഗത്തിന് കൂടി വരുവന് എല്ലാറ്റിനും ചിലപ്പോൾ വരാൻ ഒത്തില്ലെന്ന് വരും, അത് വേറെ കാര്യം. എന്നാൽ അതിന് പോകണം, കൂട്ടായ്മയിൽ പങ്കെടുക്കണം, കർത്തൃമേശ ആചരിക്കണം, ദൈവമക്കളുടെ കൂടെ പോകണം. അതിനൊരു താല്പര്യം ഒരാളുടെ ഉള്ളിലില്ലെങ്കിൽ അതിൽ രക്ഷിക്കപ്പെട്ടാന്ന് പിന്നെ എങ്ങനെ പറയുന്നത്? അപ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, എല്ലാവരിലും വ്യാപരിക്കുന്ന ദൈവകൃപ, രക്ഷിക്കുന്ന കൃപ കാണത്തക്കതാണ്, അത് വിസിബിൾ ആണ്, അത് എവിഡന്റ് ആണ്, അത് ട്രാൻസ്ഫോമിംഗ് ആണ്, രൂപാന്തരപ്പെടുത്തുന്നതാണ്, ജീവിതത്തിൽ മനോഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നതാണ്. പ്രിയ വിശ്വാസികളെ, ആ വ്യത്യാസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. നമ്മുടെ സംസാരത്തിൽ കാണണം, നമ്മുടെ പെരുമാറ്റത്തിൽ കാണണം, നമ്മുടെ വസ്ത്രധാരണത്തിൽ കാണണം, നമ്മുടെ ഇടപാടിൽ കാണണം, നമ്മുടെ മനോഭാവങ്ങൾ കാണണം. അങ്ങനെ കാണത്തക്കവണ്ണമുള്ള ദൈവകൃപയുടെ വ്യാപാരം ലഭിച്ചവരാണ് വിശ്വാസികൾ. So believers are a group of people in whom the visible grace of God has been at work. കാണത്തക്കവണ്ണമുള്ള ദൈവകൃപയുടെ വ്യാപാരം, പ്രവർത്തനം നടന്ന ആളുകളാണ് വിശ്വാസികൾ. കേവലം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരല്ല, കേവലം കൈപൊക്കിയവരല്ല, കേവലം കാർഡ് സൈൻ ചെയ്തവരല്ല, എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നവരല്ല. ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ പറയല്ല. ഇല്ല, ശരിക്കും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഏതെങ്കിലും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണണം. ഇതൊന്നും കാണുന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ വകുപ്പില്ല. വേദപുസ്തക പ്രകാരം അവൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറയാൻ തെളിവില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം നാം രക്ഷിക്കപ്പെട്ടുവെന്ന്, ദൈവകൃപ നമ്മൾ വ്യാപരിക്കുന്നുവെന്നും കാണുന്നവർക്ക്, അടുത്തിടപെടുന്നവർക്ക് മനസ്സിലാകണം. ആകട്ടെ, അപ്പോ ഇവിടുത്തെ കൃപ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഫോമിംഗ്, വിസിബിൾ, എവിഡന്റ് ആൻഡ് ഒബ്സർവബിൾ ഗ്രേസ്. പല വാക്കുകളാൽ ഈ കൃപയെ നമുക്ക് വിളിക്കാം. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ദൈവകൃപ വിശ്വാസികളിൽ വ്യാപരിക്കുന്നതിന്റെ വേറെ ഒരു വശം പറഞ്ഞിട്ടുണ്ട്. 2 Corinthians chapter 8 and verses 1-5, 1 മുതൽ 5 വരെ. സഹോദരന്മാരെ, മക്കെദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അതും ഞങ്ങൾ വിചാരിച്ചിരുന്ന പോലെ അല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. ഇവിടെ 1-ാം വാക്യം പറയുന്നത് മക്കെദോന്യ സഭകൾക്ക് ദൈവകൃപ ലഭിച്ചു. എന്താ കൃപയെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു അവർക്ക് കൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചുമ്മാ ഏതാണ്ട് ഇങ്ങനെ അവർക്ക് ലഭിച്ചു, അങ്ങനല്ല എന്റെ അർത്ഥം. അവർക്ക് ദൈവകൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ പരിതസ്ഥിതികൾക്കുപരിയായി പ്രതികരിക്കുവാനും കഷ്ടങ്ങളിൽ സന്തോഷിക്കുവാനും ഇല്ലായ്മയിൽ കൊടുക്കുവാനുമുള്ള പ്രത്യേകമായൊരു കഴിവ് അവർക്ക് ലഭിച്ചു. അതാ ദൈവകൃപ ലഭിച്ചു എന്ന് പറഞ്ഞു. ദൈവകൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് ഏതാണ്ട് ഒരു നന്മ കിട്ടി എന്നല്ല ഇതിന്റെ അർത്ഥം. ഇവിടെ അത് വിവരിച്ചിരിക്കുകയാണ്. അവർക്ക് ദൈവകൃപ ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തിൽ കഷ്ടങ്ങളിൽ സന്തോഷിക്കുവാൻ, ഇല്ലായ്മയിലും കൊടുക്കുവാൻ അവർക്ക് പ്രത്യേക കഴിവ് ലഭിച്ചു. അപ്പൊ ഇതിനെ നമുക്കൊന്ന് സംഗ്രഹിച്ചു പറഞ്ഞാൽ, പരിതസ്ഥിതികൾക്ക് മുകളിൽ ജീവിക്കുവാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചു. They could live above their adverse circumstances. So grace enables you to live above your circumstances. പരിതസ്ഥിതികൾ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മഹാകഷ്ടതയിലാണ് ഒരാൾ, അപ്പോൾ സ്വാഭാവികമായി അയാൾ സങ്കടപ്പെട്ടും പരാതിപ്പെട്ടും കരഞ്ഞും നിരാശപ്പെട്ടും ബാക്കിയുള്ളവരോട് എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടും ഇരിക്കണം, അല്ലേ? അതല്ലേ കാരണം എൻ്റെ പരിസ്ഥിതി അങ്ങനെയാണ്, നമ്മൾ വലിയ കഷ്ടത്തില്ല. അപ്പൊ കഷ്ടത്തിലുള്ള ആൾ എന്ത് ചെയ്യണം? പരാതിപ്പെട്ടും സങ്കടപ്പെട്ടും ഇരിക്കണം. ഇനി മഹാദാരിദ്ര്യത്തിൽ ഒരാൾ, അപ്പൊ പരിതസ്ഥിതി നോക്കിയാൽ മഹാദരിദ്രനാണ്. അയാളെങ്ങനെ എന്ത് ചെയ്യണം? എൻ്റെ പിന്നെ എൻ്റെ ഒന്നുമില്ലേ, നിങ്ങളൊക്കെ സഹായിച്ചാൽ കൊള്ളാന്ന് എനിക്കുണ്ട്, പക്ഷെ എനിക്ക് തന്നെ കഞ്ഞി കുടിക്കാൻ കാശില്ല, പിന്നെ ഞാൻ എങ്ങനെയാ സ്തോത്രകാഴ്ച ഇടുന്നത്? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് പരിതസ്ഥിതിക്ക് അനുസരണം. പരിതസ്ഥിതിക്ക് ഉപരിയായി
in spite of their adverse circumstances or above their adverse circumstances. പരിതസ്ഥിതിക്ക് മുകളിലാണ് അവരുടെ പെരുമാറ്റം. എന്താ പരിസ്ഥിതിക്ക് മുകളിൽ? കഷ്ടത എന്ന കഠിന ശോധനയാണ്. പരിതസ്ഥിതി നോക്കിയാൽ സന്തോഷിക്കാൻ ഒരു കാരണവുമില്ല. പക്ഷേ അവിടെ എന്തുണ്ട് അവർക്ക്? they have abundance of joy. കഷ്ടത എന്ന കഠിന ശോധനയിൽ അല്പസ്വല്പമൊക്കെ സന്തോഷമുണ്ടെന്നല്ല, സന്തോഷ സമൃദ്ധിയുണ്ട്. അതിന്റെ സീക്രട്ട് എന്താ? ദൈവകൃപ. അവർക്ക് ദൈവം പ്രത്യേകം അതിനുള്ള കഴിവ് കൊടുത്തു, അതിനുള്ള പ്രാപ്തി കൊടുത്തു. രണ്ടാമത് മഹാദാരിദ്ര്യമാണ്. നമ്മുടെ ഇടയിലൊക്കെ ദരിദ്രര് ഒരുപക്ഷെ കാണും, അധികം കാശൊന്നും ഇല്ലാത്തവര് ഇവിടെയും കാണും. പക്ഷേ മഹാദാരിദ്ര്യമുള്ള ആരും കൂട്ടത്തിലോ നമ്മുടെ സഭയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മഹാദരിദ്രര എന്ന് പറയാവുന്ന ആരുമില്ല, അല്ലേ? എന്നാൽ ഇവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവര് വലിയ കാശുകാരല്ലായിരുന്നു എന്നല്ല, മഹാദാരിദ്ര്യമുള്ളവരായിരുന്നു. ഈ മക്കദോന്യ എന്ന് പറയുന്നത് ഗ്രീസിന്റെ നോർത്തേൺ സൈഡാണ്, അതായത് വടക്കൻ പ്രവിശ്യയാണ് മക്കദോന്യ. ഗ്രീസിന്റെ തെക്കൻ പ്രവിശ്യയാണ് അഖായ എന്ന് പറയുന്നത്. അഖായിലാണ് കൊരിന്ത് സഭയം. അപ്പൊ കൊരിന്തിരോട്, അതായത് തെക്കുള്ളവരോട് വടക്കുള്ള ഈ മക്കദോന്യ സഭകൾ ചെയ്ത കാര്യം മാതൃകയായി തെക്കുള്ളവരോട് പറയുകയാണ്, നിങ്ങളും ഇതുപോലെ ചെയ്യണം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് യെരുശലേമിലുള്ള പാവപ്പെട്ട വിശുദ്ധന്മാർക്ക് ഒരു റിലീഫ് ഫണ്ട് നടത്തുകയാണ് പൗലോസും കൂട്ടരും. പാവപ്പെട്ട യെരുശലേമിലുള്ള വിശ്വാസികളെ സഹായിക്കാനായിട്ടൊരു ധനശേഖരം നടത്തുക. അതിന് മാതൃക പറയുകയാണ്. മക്കദോന്യർ കണ്ടോ, അവരിങ്ങനെ ചെയ്തു എന്ന് ആരോട് പറയുക? കൊരിന്ത്യരോട് പറയുക. ഗ്രീസിന്റെ വടക്കുള്ളവരോട് വടക്കുള്ളവരുടെ കാര്യം തെക്കുള്ളവരോട് പറയുക. അതാണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? അവർക്ക് ധാരാളം ദൈവകൃപ ലഭിച്ചു. നിങ്ങൾക്കും ദൈവകൃപ ലഭിച്ചാൽ നിങ്ങൾക്കും ഇത് തന്നെ ചെയ്യാൻ പറ്റും. മഹാദാരിദ്ര്യത്തിൽ ഔദാര്യം കാണിക്കാൻ പറ്റും. പിന്നെ കഷ്ടത എന്ന കഠിന ശോധനയിൽ സന്തോഷ സമൃദ്ധി കാണിക്കാൻ പറ്റും. ഈ മക്കദോന്യയിൽ ഉള്ളവര് കഷ്ടത്തിലും ദാരിദ്ര്യത്തിലുമായിരുന്നു എന്ന് ചരിത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. മാസിഡോണിയ എന്ന് പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ സ്ഥലമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടറുടെ സ്ഥലമാണ് മക്കദോന്യ. ഈ മക്കദോന്യ റോമർ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ എടുത്തോണ്ട് പോയി. അപ്പൊ സെക്യുലർ ഹിസ്റ്ററി തന്നെ പറയുന്നത്, ചരിത്രം പറയുന്നത്, മക്കദോന്യയെ കൊള്ളയടിച്ചുകൊണ്ട് ഈ റോമക്കാർ പോയതുകൊണ്ട് മക്കദോന്യ ഒരു പാപ്പരായി. അവര് മഹാപാപ്പരായിരുന്നു ചരിത്രപ്രകാരം തന്നെ. അപ്പൊ മക്കദോന്യ ഒരു പാവപ്പെട്ടവരായിരുന്നു നീ പറഞ്ഞിരിക്കുന്നത് ചുമ്മാ പറഞ്ഞിരിക്കുന്നതല്ല, ചരിത്രപരമായും അത് ശരിയാണ്. അവരെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് റോമാക്കാർ പോയി. പിന്നെ ഒരു പക്ഷെ ഇവര് വിശ്വാസികളായി തീർന്നുകൊണ്ട് ഇവര് കൂടുതൽ ബുദ്ധിമുട്ടിലുമായി കാണുമെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നത്. അവർക്ക് എന്ത് ലഭിച്ചു? അവർക്ക് ദൈവകൃപ ലഭിച്ചു. അപ്പൊ ദൈവകൃപ ലഭിച്ചപ്പോൾ റോമാക്കാര് കൊള്ളയടിച്ചു എന്നുള്ളത് അവർക്ക് വിഷയമായില്ല. ഞങ്ങളുടെ നാട് ശത്രുക്കൾ വന്ന് മുടിച്ചു കളഞ്ഞു, അതുകൊണ്ട് ഒരു പൈസ പോലും ഞങ്ങളുടെ കയ്യിലില്ല എന്നല്ല അവർ പറയുന്നത്. റോമാക്കാർ മുടിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ ഞങ്ങൾ ധാരാളം ഔദാര്യം കാണിക്കാൻ തയ്യാറാണ്. ആരെ? യഹൂദന്മാരായ യെരുശലേമിലുള്ള ഞങ്ങളുടെ കൂട്ടു സഹോദരന്മാരെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ മനോഭാവം എങ്ങനെ ലഭിച്ചു? ഈ മനോഭാവം ദൈവകൃപയാൽ ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ഇവിടെ വളരെ പാഠങ്ങളുണ്ട്. പരിതസ്ഥിതികൾക്ക് മുകളിൽ ജീവിക്കണമെങ്കിൽ ദൈവകൃപ ലഭിക്കണം. If we have to live above our circumstances or in spite of our adverse circumstances, we need the grace of God, which means the enabling help of God. അത് പ്രാപിച്ചാൽ നമുക്കും ഇതുപോലെ ജീവിക്കാനും പെരുമാറാനും സാധിക്കും. ഇനി അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കുക. അപ്പോ കഷ്ടതയിൽ സന്തോഷിച്ചു, ഒരു കാര്യം. ദാരിദ്ര്യത്തിൽ ഔദാര്യം കാണിച്ചു, ഒരു കാര്യം. ഇനി മൂന്നാം വാക്യത്തിൽ വേറൊരു കാര്യമുണ്ട്. വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. നമ്മൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെ വായിച്ചു പോകുന്നതാണ്. പക്ഷെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ എന്താ പൗലോസ് പറയുന്നതെന്ന് അറിയാമോ? ഈ നിങ്ങളുടെ ധനശേഖരത്തിൽ ഞങ്ങൾക്കൂടി ഒരു പങ്ക് തരണേന്ന് ഈ മക്കദോന്യര് പൗലോസിനോടും കൂട്ടരോടും റിക്വസ്റ്റ് ചെയ്യാം. സാധാരണ നമ്മളെന്താ ചെയ്യുന്നത്? പൗലോസ് റിക്വസ്റ്റ് ചെയ്യാണ്, ഇങ്ങനെ യെരുശലേമിൽ വലിയ കഷ്ടത്തിലാണ്, നിങ്ങൾ എല്ലാവരും പുതുപ്പള്ളി സഭയിലുള്ള എല്ലാവരും ഔദാര്യമായിട്ട് ദാനം ചെയ്യണമെന്ന് പൗലോസ് നമ്മളോടാ പറയുന്നത്, അല്ലേ? പക്ഷേ ഈ മക്കദോന്യർ എന്താ ചെയ്യുന്നതെന്ന് അറിയാം? അവര് പൗലോസിനോട് റിക്വസ്റ്റ് ചെയ്യാം. എന്തിനാ? ഞങ്ങൾക്കൂടി ഒരു ചാൻസ് തരണേ. യെരുശലേമിൽ ഇവരെ സഹായിക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട്. ഞങ്ങളുടെ ഒന്നും ഇല്ല, അത് ശരിയാ. റോമക്കാരെല്ലാം കൊണ്ടുപോയി, അതൊക്കെ ശരിയാ. എന്നാലും
അവിടെ പറയുന്നുണ്ട്, പ്രാപ്തി പോലെ ഉള്ള നുള്ളരി, കഞ്ഞി വെക്കാനുള്ള അരി പ്രാപ്തിക്ക് മീതെ കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സാ. കാരണം ദൈവം ഞങ്ങളോട് വലിയ കൃപ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മെ സംബന്ധിച്ചും ശരിയായിരിക്കേണ്ടതാണ്. ആളുകൾ നിർബന്ധിക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിൽ അനേകം കഷ്ടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, നമ്മൾ സഹായിക്കണം. ആരെങ്കിലും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നാം കൊടുക്കുന്നത് അവരിങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ കൊടുക്കണമെന്നുള്ള പ്രേരണ ദൈവകൃപയാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പൊ പ്രത്യേകിച്ച് ആരും നിർബന്ധിക്കേണ്ടി വരത്തില്ല. 1 തന്നാൽ 10 കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ട് എനിക്ക് 10 കിട്ടുമോ, എന്നാൽ 1 കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് കൊടുത്താൽ അങ്ങോട്ട് അപേക്ഷിക്കുക. പൗലോസിനോട് പറയുക, നിങ്ങൾ നടത്തുന്ന ധർമ്മശേഖരം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ വല്ലതും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അനുവദിക്കണേ, ഞങ്ങൾക്കൊരു അവസരം തരണേ. അതാണ് ദൈവകൃപയുടെ പ്രവർത്തനം. ഇനി ദൈവകൃപയുടെ അല്ലാതെയുള്ള പ്രവർത്തനമോ, വല്ലോരും നിർബന്ധിച്ചാൽ നമ്മൾ കൊടുക്കുക, അതിന് ദൈവകൃപയൊന്നും വേണ്ട. എൻ്റെ അമ്മാച്ചനാ പറഞ്ഞത്, ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. പിന്നെ സഹായിക്കാതിരിക്കുന്നത് എങ്ങനെ? എന്നോട് വളരെ അടുപ്പമുള്ളൊരു സുവിശേഷകനാ പറഞ്ഞത്, അവരുടെ ഹോറ് പണിയാ, ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്ന നിവൃത്തിയില്ല, മനസ്സിലേലും ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് ദൈവകൃപയുടെ കൊടുക്കലല്ല, അത് മാനുഷികമായി സാധാരണഗതിയിലുള്ള കൊടുക്കലാണ്. ദൈവകൃപയുടെ കൊടുക്കൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നിർബന്ധിക്കാതെ ആവശ്യം കണ്ട് അറിഞ്ഞ് അങ്ങോട്ട് സഹായിക്കാനായിട്ട് ഞാൻ വോളണ്ടിയർ ചെയ്യാം. അതാണ് ഇവർക്ക് ലഭിച്ച ദൈവകൃപ. അപ്പൊ ദൈവകൃപയുടെ പ്രവർത്തനം എത്രയോ അത്ഭുതകരമാണ്. പരിതസ്ഥിതികൾക്ക് മുകളിൽ ജീവിക്കാൻ സഹായിക്കും, പിന്നെ കഷ്ടത്തിൽ സന്തോഷം തരും, പിന്നെ ഇല്ലായ്മയിൽ ഔദാര്യം കാണിക്കാനിടയാക്കും, പിന്നെ ഇങ്ങോട്ട് നിർബന്ധിക്കാതെ കാര്യം മനസ്സിലാക്കി അങ്ങോട്ട് ഒക്കുന്ന പോലെ പ്രാപ്തിക്ക് മീതെ കൊടുക്കാനായിട്ട് പ്രേരണ കിട്ടും. പ്രിയപ്പെട്ടവരെ, കൊടുക്കാനുള്ള പ്രേരണ നമുക്കുണ്ടോ? വല്ലവരും നിർബന്ധിക്കുന്നതുകൊണ്ട് കൊടുക്കുകയാണോ? അതോ നമ്മുടെ മനസ്സിൽ തന്നെ ആവശ്യങ്ങൾ അനേകരിയിരിക്കുന്നു? പാവപ്പെട്ട വിശ്വാസികളുണ്ട്, കർത്താവിന്റെ വേലയിലുള്ളവരുണ്ട്, ദരിദ്രരുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, മറ്റു സ്ഥലങ്ങളുണ്ട്. എൻ്റെ ചുമതലയാണ് അവരെ കരുതുക എന്നുള്ളത്, അവരുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അവർക്ക് ഫീസ് കൊടുക്കാനില്ലെങ്കിൽ കൊടുത്ത ഫീസ് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. അവർക്ക് വീട് വേണമെങ്കിൽ അതിൽ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. എന്നെ വല്ലവരും നിർബന്ധിച്ച് ചെയ്യേണ്ടതല്ല. ആവശ്യം മനസ്സിലാക്കി മനസ്സോടെ ചെയ്യുക, അതാണ് ദൈവകൃപയുടെ കൊടുക്കൽ. അങ്ങനത്തെ കൊടുക്കലാണ് വേണ്ടത്. ഗിവിംഗ് ബൈ ഗ്രേസ്, നോട്ട് ബൈ കമ്പൽഷൻ. അതെ, ദൈവകൃപയുടെ വ്യാപാരം അവിടെ വേറൊരു കാര്യം കൂടെ ചെയ്തതായിട്ട് 5-ാം വാക്യത്തിലുണ്ട്. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, ഈ ദൈവകൃപ അവർക്ക് ലഭിച്ചപ്പോൾ അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് കൊടുത്തു. They gave themselves first to the Lord. That is the work of the grace of God. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിനും അവർ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന ഈ ധർമ്മശേഖരത്തിൽ അവർ സഹായിക്കാനുള്ള കാരണം കാശുള്ളതുകൊണ്ട് സഹായിച്ചല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഒത്തിരി ഉള്ളതുകൊണ്ട് തന്നേക്കാന്ന് വിചാരിച്ചല്ല. ഇവിടെ പറയാണ്, അവരാദ്യം അവരെ തന്നെ കർത്താവിന് കൊടുത്തു. അപ്പൊ പിന്നെ അവരുടെ പണം കർത്താവിന് കൊടുക്കാൻ യാതൊരു പ്രയാസമില്ല. നമ്മെ തന്നെ നാം പൂർണ്ണമായി കർത്താവിന് കൊടുത്താൽ, എന്താ നമ്മെ തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹൃദയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ കഴിവുകൾ, നമ്മുടെ നിക്ഷേപങ്ങൾ, നമ്മുടെ പ്രാപ്തി, ഇതെല്ലാം നാം കർത്താവിന് അടിയറ വെച്ച് വേണം ജീവിക്കാൻ. അങ്ങനെ അടിയറ വെച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ 10 രൂപ കൊടുക്കാൻ യാതൊരു പ്രയാസവും നമുക്ക് കാണുകയില്ല. 10 അല്ല 10,000 ലക്ഷം കൊടുക്കാനും പ്രയാസം കാണുക. അപ്പോൾ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ അവർ അവരെ തന്നെ തങ്ങൾ കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവത്തിലായിരിക്കും ജീവിക്കുന്നു. They have a heart that is totally committed or totally surrendered to the Lord. Because I have given myself totally to the Lord, I have no problem in giving whatever the Lord asks me to give to the Lord. തങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കാത്തവര് കൊടുക്കാൻ വലിയ പാടാണ്. അവരെ നിർബന്ധിക്കണം, അവരെ വഴക്ക് പറയണം, അവരെ ഓർപ്പിക്കണം, എങ്കിലേ അല്പസ്വല്പമേ അവർ കൊടുക്കൂ. എന്നാൽ തങ്ങളെ തന്നെ ഓൾറെഡി കർത്താവിന് കൊടുത്തിരിക്കുകയാണെങ്കിൽ പിന്നെ കർത്താവിന്റെ കാര്യത്തിൽ കൊടുക്കാൻ ഒരു പ്രയാസവും ആർക്കും ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് വേണ്ടത്. നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരനുഭവത്തിൽ വേണം നാം ജീവിക്കാൻ. അപ്പോൾ നോക്കുക, വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവ കൃപ എങ്ങനെയാണ് പ്രവർത്തിച്ചത്?
ഇനി അതിൻ്റെ താഴോട്ട് നോക്കിക്കേ, ഈ കൊടുക്കലിന് ഒരു മാതൃക 9-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. എല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ലേ? എപ്പോഴാണ് ഈ വാക്യം പറയുന്നത് നമ്മൾ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എപ്പോഴാണ് ഈ വാക്യം കേട്ടിട്ടുള്ളത്? ഇത്രയും വർഷത്തിനുള്ളിൽ എപ്പോഴാണ്? ഞായറാഴ്ച രാവിലെ അല്ലേ? ഞായറാഴ്ച രാവിലെ ആരാധനായോഗത്തിനാണോ പൗലോസ് ഇത് പറഞ്ഞത്? ആണോ? ആരാധനയ്ക്ക് പറയരുതെന്നല്ല കേട്ടോ പറയുന്നത്. പറഞ്ഞു, വളരെ നല്ല കാര്യമായി. എപ്പോൾ എവിടെയും പറഞ്ഞു, ഒരു തെറ്റുമില്ല. പൗലോസ് ഈ വാക്യം എന്തിനാ പറഞ്ഞത്? കർത്താവായ യേശു ദരിദ്രനായിരുന്നു, ആരാധനയ്ക്ക് ചിന്ത പറയുന്ന കൂട്ടത്തിൽ പറയാൻ പറ്റിയ പോയിന്റാ, അതാണ് പൗലോസ് പറഞ്ഞത്. അതല്ല പൗലോസ് പറഞ്ഞത്. കോണ്ടെക്സ്റ്റ് എന്താ? കോണ്ടെക്സ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കണം. എന്താ മാതൃക? കർത്താവിനെ ആരാധിക്കാൻ ഓർക്കാൻ വരുമ്പോൾ ഇത് പറഞ്ഞു, നല്ല കാര്യം, ആരും പറയുന്നത് ഞാൻ വിലക്കുകയല്ല. പക്ഷേ ഇതിന്റെ പ്രൈമറി കോണ്ടെക്സ്റ്റ് ആരാധന അല്ല. ഇതിന്റെ പ്രൈമറി കോണ്ടെക്സ്റ്റ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എപ്പോഴാണ് ഇത് ഓർക്കേണ്ടത്? ഈ ഭാഗം അനുസരിച്ച് ഞാൻ എപ്പോഴാണ് ഇത് ഓർക്കേണ്ടത്? ആവശ്യത്തിലിരിക്കുന്ന ഒരാളെ സഹായിക്കാനായിട്ട് എനിക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. മക്കതോന്റെ കാര്യം ആവശ്യം വളരെ വലുതാണ്. അപ്പൊ ഞാൻ എന്തോ ഓർക്കണം? കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും എന്നെ സമ്പന്നനാക്കാൻ അവൻ ദരിദ്രനായല്ലോ. ആ സാക്രിഫിഷ്യൽ ഗ്രേസ്, ത്യാഗപൂർണമായ കൃപ ഞാൻ കാണിക്കണം. അതിന് പ്രേരണയാണ് ഈ 9-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏത് സന്ദർഭത്തിലും വേണേൽ നമുക്ക് ഉപയോഗിക്കാം, അതിനെ തെറ്റൊന്നുമില്ല. പക്ഷേ പ്രൈമറിലി അതിന്റെ കോണ്ടെക്സ്റ്റിൽ വേണം ഉപയോഗിക്കാൻ. ഒന്നാമത്, ഏത് സന്ദർഭത്തിലാണോ വാക്യം പറഞ്ഞിരിക്കുന്നത് അതിൽ ഉപയോഗിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കിക്കേ. കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും എപ്പോഴാ കർത്താവ് സമ്പന്നനായിരുന്നു? എപ്പോഴാ കർത്താവ് യേശു സമ്പന്നനായിരുന്നു? എപ്പോ? ജനിച്ച ആദ്യത്തെ 10 വർഷം സമ്പന്നനായിരുന്നു? മറിയ യോസഫ് സമ്പന്നരായിരുന്നു? അല്ല. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ഒരിക്കലും സമ്പന്നനായിട്ടില്ല. പിന്നെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻ ബൈഗോൺ ഇറ്റേണിറ്റി. മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുൻപ് തന്റെ പ്രീ എക്സിസ്റ്റൻസിലാണ് അവൻ സമ്പന്നനായിരുന്നത്. ഈ ലോകത്തിൽ വരുന്നതിന് മുൻപ് ദൈവരൂപത്തിലിരിക്കെ, ഫിലിപ്പിയർ 2 പറയുന്ന പോലെ ദൈവമായിരിക്കെ കഴിഞ്ഞകാല നിത്യതയിൽ അവൻ സമ്പന്നനായിരുന്നു. ഏതൊക്കെ കാര്യത്തിൽ സമ്പന്നനായിരുന്നു? പണത്തിന്റെ കാര്യത്തിൽ സമ്പന്നനായിരുന്നു. അഖിലാണ്ട് മുഴുവൻ കർത്താവിന്റെ, അതിന് സംശയമൊന്നുമില്ല. മാത്രമല്ല, മഹത്വം, തേജസ്, അധികാരം, പദവി, ഈ എല്ലാ കാര്യത്തിലും അവൻ സമ്പന്നനായിരുന്നു. He was rich not only in material wealth, he was rich in glory, he was rich in majesty, he was rich in authority. ഇതിലെല്ലാം കർത്താവ് സമ്പന്നനായിരുന്നു. എപ്പോ? ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ്. ഇതെല്ലാം ഉള്ള അവസ്ഥയിലാണ് അവൻ ഇരുന്നിരുന്നത്. പക്ഷേ നമ്മള് ദരിദ്രരായ നമ്മള്, ആത്മീയമായി ദരിദ്രരായ നമ്മളെ, എല്ലാ നിലയിലും ഒന്നുമില്ലായിരുന്ന പാപ്പരായിരുന്ന നമ്മളെ സമ്പന്നരാക്കുക, ആത്മീയമായും ഇനി മറ്റു നിലകളിൽ, പ്രധാനമായി ആത്മീയമായി സമ്പന്നരാക്കാൻ അവൻ മനസ്സോട് ദരിദ്രനായിരുന്നു. അപ്പോൾ മനുഷ്യാവതാരം ചെയ്യുന്നതിന് മുമ്പ് സമ്പന്നനായി നിത്യത മുതൽ ഇരുന്നിരുന്ന കർത്താവ് നമ്മെ സമ്പന്നരാക്കുവാൻ മനഃപൂർവം സമ്പത്തില്ലാത്തൊരു രീതിയിലേക്ക് അവൻ ഇറങ്ങി വന്നു. അതാണ് ഇവിടെ പൗലോസ് മാതൃകയായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ കൃപ എന്ത് വിളിക്കാം? സാക്രിഫിഷ്യൽ ഗ്രേസ് എന്ന് വേണം വിളിക്കാം, അല്ലെ? ത്യാഗപൂർണമായ കൃപ, ത്യാഗപൂർണമായ കൃപ. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമിംഗ് ഗ്രേസിനെ കുറിച്ച് പറഞ്ഞു. രൂപാന്തരപ്പെടുത്തുന്ന കൃപ, വിസിബിൾ ഗ്രേസ്, കാണാവുന്ന കൃപ. പിന്നെ പരിതസ്ഥിതികൾക്ക് മുകളിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന കൃപ, ഗ്രേസ് ദാറ്റ് എനേബിൾസ് മീ ടു ലിവ് അബവ് മൈ സർക്കംസ്റ്റൻസസ്. പിന്നെ ഇവിടെ അതിന്റെ കൂടെ ചേർന്ന് വേറെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പ്രാപ്തിക്ക് മീതയും കൊടുക്കാൻ സഹായിക്കുന്ന കൃപ, മുമ്പേ തങ്ങളെ തന്നെ കർത്താവിന് കൊടുക്കുന്ന കൃപ. പിന്നെ അത് കഴിഞ്ഞ് അതിനെല്ലാം മാതൃകയായിട്ട് ഒരു കൃപയുടെ കാര്യം ഇവിടെ പറയുകയാണ്. എന്താ? കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സാക്രിഫിഷ്യൽ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ത്യാഗപൂർണമായ, കഷ്ടം സഹിച്ചുള്ള, തനിക്കുള്ളത് വെടിഞ്ഞുള്ള
തനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് തന്നു എന്നല്ല. തനിക്കുള്ളത് വെടിഞ്ഞുള്ള കൃപ. അതാണ് ഈ ദൈവകൃപയുടെ പ്രത്യേകത. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായത്തിലേക്ക് ഒരു നിമിഷം ഒന്ന് വരാമോ? 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം. അവിടെ പൗലോസ് അപ്പോസ്തലൻ വേസ്റ്റഡ് ഗ്രേസിനെ കുറിച്ച് പറയുന്നു. വ്യർത്ഥമായി പോകുന്ന കൃപ. പൗലോസിന്റെ കാര്യത്തിൽ അത് വ്യർത്ഥമായില്ല, പക്ഷേ വ്യർത്ഥമായി പോകാവുന്ന കൃപ. ഒന്ന് നോക്കിയാൽ അതിന്റെ 10-ാം വാക്യം. എങ്കിലും ഞാൻ 1 കൊരിന്ത്യർ 15:10, എഫെസ്യർ 15:10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ളവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. പൗലോസ് തന്റെ കാര്യം പറയാണ്. 9-ാം വാക്യം. ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല. ഞാൻ മഹാകൊള്ളതാത്തവനായിരുന്നു, നിഷ്ഠൂരനും ഉപദ്രവമൊക്കെ ആയിരുന്നു എന്ന് തിമോഥെയോസ് ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ ദൈവം എന്നോട് കൃപ കാണിച്ചു. അതിനെക്കുറിച്ച് അവൻ പറയുന്നത്, എന്നോടുള്ളവന്റെ കൃപ വ്യർത്ഥമായി, വെറുതെ ആയിപ്പോയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവകൃപയെക്കുറിച്ച് ഒത്തിരി കാര്യം നമുക്ക് ചിന്തിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവം തൻ്റെ പുത്രൻ മുഖാന്തരം നമുക്ക് തന്ന രക്ഷ, നമുക്ക് തരുന്ന പ്രത്യേകമായ കഴിവുകൾ, കൃപ, അത് വ്യർത്ഥമാക്കി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോണ്ട് അലൗ ദ ഗ്രേസ് ദാറ്റ് ഈസ് ഗിവൻ ടു യു ടു ബി വേസ്റ്റഡ്. എന്താ ദൈവകൃപ വ്യർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ? ദൈവകൃപ വ്യർത്ഥമാക്കുക എന്ന് പറഞ്ഞാൽ എന്നോട് കാണിച്ച കൃപയ്ക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഇമ്പാക്ട്, പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക. മാത്രമല്ല, എന്നിൽ നിവർത്തിക്കുവാൻ ദൈവം കൃപ കാണിച്ചപ്പോൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക. നോട്ട് allowing to accomplish its intended purpose. When God showed me grace, He had a purpose. But if I don't allow Him to accomplish that purpose in my life, we can call it wasted grace. എന്നെ എന്തിനാണോ രക്ഷിച്ചത്, എന്നെ എങ്ങനെ ആക്കുവാൻ കർത്താവ് ഉദ്ദേശിച്ചോ അത് വിചാരിച്ചാണ് എന്നോട് കൃപ കാണിച്ച് എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയത്. പക്ഷേ ആ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്താതെ പാഴാക്കി കളയുക എന്നുള്ള ഒരു വലിയ അപകടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ഇനി പൗലോസ് വ്യർത്ഥമാക്കിയില്ല. അതിന്റെ തെളിവ് പറഞ്ഞിട്ടുണ്ട്. എന്താ തെളിവ്? അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നോടുള്ള ദൈവത്തിന്റെ കൃപ ചുമ്മാ പോയില്ല. ദൈവം എന്നോട് കാണിച്ച കൃപ ഞാൻ പ്രയോജനപ്പെടുത്തി. എങ്ങനെ പ്രയോജനപ്പെടുത്തി? എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ കർത്താവിനെ സേവിക്കുന്നു, ഞാൻ അധ്വാനിക്കുന്നു. അപ്പോൾ ദൈവകൃപ നാം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിന്റെ തെളിവെന്താ? കൃപയെക്കുറിച്ച് പാട്ട് പാടിയതുണ്ടായില്ല. ദൈവകൃപ ഞാൻ പ്രയോജനപ്പെടുത്തി, ഐ എം മേക്കിംഗ് യൂസ് ഓഫ് ദ ഗ്രേസ് ദാറ്റ് ഈസ് ഗിവൻ ടു മീ എന്നുള്ളതിന്റെ തെളിവ് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യാൻ ഞാൻ ബന്ധപ്പെടുന്നു എന്നുള്ളതാണ്. പൗലോസ് പറയാണ്, ഞാൻ എല്ലാവരെക്കാളും കൂടുതൽ അധ്വാനിക്കുക. എന്താ കാരണം? എന്നോട് കാണിച്ച കൃപ ഞാൻ വ്യർത്ഥമാക്കിയില്ല, അത് ചുമ്മാതെ പോകാൻ ഞാൻ അനുഭവിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാൻ സാധിക്കുന്ന ഏറ്റവും ദുഃഖകരമായൊരു കാര്യമാണ് കൃപ കാണിച്ചിട്ടും അത് പ്രയോജനപ്പെടുത്താതിരിക്കുക എന്നുള്ളത്. കൃപ ലഭിച്ചില്ലെങ്കിൽ അത് വേറെ കാര്യം. കൃപ ലഭിച്ചു, ദൈവമക്കളായി തീർന്നു, ആത്മീയ വെളിച്ചം ലഭിച്ചു, കർത്താവിനെ പിൻപറ്റാൻ അവസരം കിട്ടി, വചനം കേൾക്കാൻ അവസരം കിട്ടി, ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കാൻ ചാൻസ് കിട്ടി, എന്നിട്ടും അതിനനുസരിച്ച് ഞാൻ ജീവിച്ചില്ല. അതിന് വല്ല എക്സ്ക്യൂസും ഉണ്ടോ? ദൈവം കൃപ നൽകിയവർ അത് പ്രയോജനപ്പെടുത്താതെ ജീവിച്ചാൽ അതിനെന്തെങ്കിലും ഒഴികഴിവുണ്ടോ? എക്സ്ക്യൂസ് ഉണ്ടോ? യാതൊരു എക്സ്ക്യൂസും നമുക്കില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. പൗലോസ് പറഞ്ഞ പോലെ എന്നോട് ദൈവം വലിയ കൃപ കാണിച്ചു, പക്ഷേ ആ കൃപയ്ക്കനുസരിച്ച് കൊടുക്കാവുന്ന അത്രയും ഞാൻ കൊടുക്കുകയാണ്, പോകാവുന്ന അത്രയും ഞാൻ പോകുകയാണ്, അധ്വാനിക്കാവുന്ന അത്രയും ഞാൻ അധ്വാനിക്കുകയാണ്, സെർവ് ചെയ്യാൻ ഒക്കുന്ന അത്രയും ഞാൻ സെർവ് ചെയ്യുകയാണ്, എന്നെ കൊണ്ട് ഒക്കുന്നതെല്ലാം ഞാൻ ചെയ്യുകയാണ്. എന്തുകൊണ്ട്? ദൈവം എന്നോട് കൃപ കാണിച്ചു. പ്രിയ സഹോദരന്മാരെ, നമ്മളോടെല്ലാം ദൈവം വലിയ കൃപ കാണിച്ചു. ആ കൃപ പ്രയോജനപ്പെടുത്തണം, അത് വേസ്റ്റ് ചെയ്യരുത്. ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം നയിച്ച് എന്തിനായി അവൻ കൃപ കാണിച്ചോ ആ കൃപ, ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സാധിക്കത്തക്കവണ്ണം ഞാൻ ജീവിക്കണം. അതാണ് ദൈവകൃപ പ്രയോജനപ്പെടുത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും.